ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗായിട്ട് അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനായിരുന്നു കേട്ടോ പ്ലാൻ. അപ്പം ഞാൻ അതിനുള്ള ചുരിദാറിനുള്ള മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി വന്നേക്കാട്ടോ. അവിടെയാണെങ്കിൽ അടിപൊളി കളക്ഷൻസ് ഉള്ള കുറേ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് കേട്ടോ, ടോപ്പിനും ഇതിനൊക്കെ പറ്റിയത്. അങ്ങനെ നമ്മൾ ഒരെണ്ണം ഫിക്സ് ആക്കിയിട്ട് ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം എന്താ പറയുക, അമ്മയ്ക്ക് നമ്മൾ സർപ്രൈസ് ആയിട്ട് അന്ന് നമ്മൾ ഒരു ഡ്രസ്സ് മേടിച്ചില്ലേ, അപ്പം അത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ എത്തിക്കണം. നമ്മൾ തലേ ദിവസമാണ് കേട്ടോ ഡ്രസ്സൊക്കെ എടുത്തത്. അങ്ങനെ പിറ്റേന്ന് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ, ആ ടൈം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാർക്കിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ കൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 7:15 കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ മാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മാമി അച്ചാച്ചൻ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഏതോ ഒരു സിനിമ കാണായിരുന്നു കേട്ടോ, വിജയ് സേതുപതിയുടെ. ഇതാണ് നമ്മുടെ ബർത്ത്ഡേകൾ. അപ്പം അമ്മോട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി വരാനായിട്ട് പറയായിരുന്നു. കേക്കൊക്കെ പിന്നെ അമ്മ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ, നമ്മൾ മേടിക്കേണ്ട ആവശ്യം വന്നില്ല. അമ്മ ഉണ്ടാക്കണോണ്ട് അമ്മ തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Happy birthday to you. Happy birthday to you. ഗൈസ്, നമ്മുടെ കേക്ക് കട്ടയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം അമ്മാമ്മയ്ക്ക് കൊടുക്കാം. അമ്മാമ്മയ്ക്കാണെങ്കിൽ പനിയായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ, അതുകൊണ്ട് തീരെ തണുത്തത് കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെ കഴിച്ചു. പിന്നെ അമ്മയ്ക്കും ഇതുപോലെ തണവ് ജലദോഷം എല്ലാവർക്കും ഇതാണ് കേട്ടോ, മഴ പെയ്തത് കൊണ്ട്. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് കാണിക്കുക മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഗൈസ്, ഞങ്ങൾ ഇനി തിന്നത്. പിന്നെ ഗൈസ്, നമ്മൾ സർപ്രൈസ് ആയിട്ട് ഞാൻ ഗിഫ്റ്റും കൊണ്ട് വരികയാണ്. പിന്നെ ഞാൻ അത് കൊണ്ടുവന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ചീത്ത കേട്ടിട്ട്. കാരണം വേറെ മുൻകൂട്ടി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും ആരോടും മേടിക്കാൻ നിൽക്കണ്ട, വെറുതെ പൈസ ചിലവാക്കണ്ടെന്നൊക്കെ. എന്നാലും നമ്മൾ ആദ്യമായിട്ട് എനിക്ക് ജോലിയൊക്കെ പോയി എനിക്കും പൈസയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ പിന്നെ എന്തായാലും മേടിച്ചു കൊടുക്കാമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് പൊട്ടിക്കാൻ പറഞ്ഞിട്ടേക്കായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ആ വന്ന പാട് ജോലി കഴിഞ്ഞ് വന്ന് വേഗം പാക്ക് ചെയ്ത് ഒരുവിധം സെറ്റാക്കിയിട്ടുള്ളൂ കേട്ടോ. അത്ര ഫിനിഷിംഗ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് പൊളിക്കുന്നുള്ള പരിപാടികളായിരുന്നു. അങ്ങനെ നമ്മൾ അതൊരു ബോക്സിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പൊളിച്ചു. അപ്പം നമ്മളൊരു വൈറ്റ് മെറ്റീരിയലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. വൈറ്റുമ്മ ഇങ്ങനെ ഒരു ചെറിയ ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരു മെറ്റീരിയലും പിന്നെ അതിന് റെഡ് പാൻറ് ഷാൾ അങ്ങനത്തെ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മാമനും ആൻറ്റിയും അവരും ഒരു സാരി അമ്മയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൺലൈനിൽ നിന്ന്. അവർ ബാംഗ്ലൂർ ആയിക്കൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊരു സാരി ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ അന്ന് രാവിലെ ഒരു ഉച്ചയാണോട് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം അതും അമ്മാമ്മ കൊടുത്തിട്ട്, അത് ഓൾറെഡി അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ഉച്ചയ്ക്ക് വന്നുകൊണ്ട്. പിന്നെ സർപ്രൈസ് പൊളിഞ്ഞോട്ടെ, കേക്ക് കട്ട് ചെയ്യണ വരെ നിന്നില്ല. അതൊരു നല്ല പട്ടുസാരി ആയിരുന്നു. അതുപോലെ തന്നെ അതേ നമ്മുടെ മെറ്റീരിയൽ അതേ അമ്മ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇതായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി മാമോടൊക്കെ ഫോട്ടോ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മെറ്റീരിയൽ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഇങ്ങനത്തെ പ്രിന്റുള്ള മെറ്റീരിയലൊക്കെ. അതുപോലെ തന്നെ സാരി ഇതായിരുന്നു കേട്ടോ, ഒരു റെഡും ഗ്രീനും വരുന്ന ഒരു ഇതിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് തിന്നേണ്ട തിരക്കിലായിരുന്നു. പിന്നെ അവിടെ ആളുണ്ടായിരുന്നില്ല. അമ്മാമ്മയ്ക്ക് അച്ചാച്ചന് അവർക്കൊക്കെ പനി ജലദോഷം. മേമ മാത്രം ഒരു ചെറിയ പീസ് എടുത്തുള്ളൂ കേട്ടോ. മറ്റേ മേമയുടെ ഉണ്ണിയോളാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കേക്ക് തിന്ന ആളുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെ ഒരു 3-4 പീസ് ഞാൻ തന്നെ തിന്നു കേട്ടോ. പിന്നെ കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ തൊട്ടടുത്തൊരു അമ്മാമി അച്ചാച്ചനുണ്ടായിരുന്നു. അവർക്ക് കുറച്ച് കേക്ക് നമ്മൾ കൊണ്ടുകൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഉണ്ണികൾക്കുള്ള കേക്കും നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കൊടുക്കാനായിട്ട്. പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറി പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ എന്താ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ വറുത്തത്, ചിക്കൻ ചപ്പാത്തി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഗൈസ്, അടുത്ത വ്ളോഗായി കിടന്ന എല്ലാവർക്കും ബൈ ബൈ.